ഹായ് നമസ്കാരം. ബാംഗ്ലൂർ നഗരത്തിൽ മാത്രമുള്ളത് 8 ലക്ഷം മലയാളികൾ. കർണാടകത്തിലാകെ 15 ലക്ഷത്തിലേറെ. ജോലികളിൽ 75% വരെ കന്നഡ സംവരണം വന്നാൽ മലയാളികൾ പെട്ടതു തന്നെ. കേരളത്തിലെ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാവുമെന്ന് തിരിച്ചറിഞ്ഞ് കോൺഗ്രസ് ബിൽ താൽക്കാലികമായി പിൻവലിച്ചതിന് ഹൈക്കമാൻഡ് ഇടപെട്ട് ആന്ധ്രയിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പരാജയപ്പെട്ട നിയമം കർണാടകത്തിൽ വീണ്ടും വരുമോ? തൊഴിൽ മേഖലയിൽ കർണാടക സ്വദേശികൾക്ക് 75% വരെ സംവരണം ഏർപ്പെടുത്താൻ കർണാടക സർക്കാർ കൊണ്ടുവന്ന ബിൽ നിയമമായാൽ ഏറ്റവും ദോഷകരമാവുക മലയാളികൾക്കായിരിക്കും. കർണാടകത്തിലെ വ്യവസായശാലകൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, IT മേഖല, വ്യാപാര വാണിജ്യ മേഖലകൾ എന്നിവിടങ്ങളിലെല്ലാം മലയാളികളാണ് ഏറ്റമുള്ളത്. ബിൽ കർണാടക മന്ത്രി അംഗീകരിച്ചെങ്കിലും വ്യവസായ മേഖലയിൽ നിന്ന് അതിശക്തമായ എതിർപ്പ് ഉയർന്നതോടെ താൽക്കാലികമായി പിൻവലിച്ചിരിക്കുകയാണ്. ഇനി എപ്പോഴാണ് ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുക എന്ന് വ്യക്തമല്ല. അവിടുത്തെ മുൻനിര സ്ഥാപനങ്ങളിൽ ഉന്നത ജോലികളടക്കം മലയാളികളാണുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ IT നഗരങ്ങളിലൊന്നായ ബാംഗ്ലൂരിൽ ഇത്തരം നിയമം വരുന്നത് തിരിച്ചടിയാകുമെന്ന് IT സ്ഥാപനങ്ങളുടെ ദേശീയ ഏജൻസിയായ നാസ്കോം IT കമ്പനികളുടെ കൂട്ടായ്മയുടെ അധ്യക്ഷ കിരൺ മജുംദാർ ഷാ തുടങ്ങിയവർ മുന്നറിയിപ്പ് നൽകി. ഉയർന്ന തസ്തികകളിൽ 50%, ഇടത്തരം തസ്തികകളിൽ 70%, താഴ്ന്ന തസ്തികകളിൽ 100% ആണ് കന്നഡ സംവരണം. 100 പേരിൽ കൂടുതലുള്ള സ്ഥാപനങ്ങളിൽ നിയമ സമിതികളിൽ സർക്കാർ പ്രതിനിധി വേണം. നിയമം ലംഘിച്ചാൽ 1.5 ലക്ഷം രൂപ വരെ പിഴയും നിയമത്തിന് വ്യവസ്ഥയുണ്ട്. ബിൽ നിയമമായാൽ വൻതോതിൽ മലയാളികൾക്ക് തൊഴിൽ നഷ്ടമാവുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ദേശീയ പാർട്ടിയായ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ പ്രാദേശിക സംവരണം ഏർപ്പെടുത്തിയത് രാജ്യവ്യാപക ചർച്ചയായതോടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടാണ് ബിൽ പിൻവലിച്ചത് എന്നാണ് സൂചന. കേരളത്തിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇത് തിരിച്ചടിയാവുമെന്നും കോൺഗ്രസ് കണക്കൂട്ടുന്നു. ബാംഗ്ലൂർ നഗരത്തിൽ മാത്രം 8 ലക്ഷത്തിലേറെ മലയാളികളാണ് പണിയെടുക്കുന്നത്. 15 വർഷമെങ്കിലും കർണാടകത്തിൽ താമസിക്കുന്ന കന്നഡ വിഷയമായി സ്കൂൾ സർട്ടിഫിക്കറ്റിലുണ്ടെങ്കിൽ മാത്രമാണ് കന്നഡിക എന്ന സംവരണ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയുള്ളൂ എന്നതാണ് നിയമത്തിലെ വ്യവസ്ഥ. അതിനാൽ മലയാളികൾക്ക് ഈ നിയമത്തിൽ പരിരക്ഷ ലഭിക്കില്ലെന്ന് ഉറപ്പാണ്. 100% സംവരണം ഏർപ്പെടുത്തിയാൽ ബാംഗ്ലൂരുവിലെ IT കമ്പനികൾ അമരാവതിയിലേക്കോ ഗുജറാത്തിലേക്കോ വടക്കേ ഇന്ത്യയിലേക്കോ മാറ്റേണ്ടി വരുമെന്ന് പേടി മുൻ വൈസ് പ്രസിഡന്റ് സൗരഭ് ജെയിൻ അഭിപ്രായപ്പെട്ടു. ഒരു ടെക് ഹബ് എന്ന നിലയിൽ തങ്ങൾക്ക് വൈദഗ്ധ്യമുള്ള പ്രതിഭകളെ ആവശ്യമാണെന്നും മുൻനിര ജീവനക്കാരെ നിയമിക്കുന്നതിനെ നിയമം ബാധിക്കരുതെന്നും ബയോകോൺ ലിമിറ്റഡ് ചെയർപേഴ്സൺ കിരൺ മജുംദാർ ചൂണ്ടിക്കാട്ടി. മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബാംഗ്ലൂരിൽ തൊഴിൽ ലഭ്യത പരിമിതപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ ശക്തമായി പോരാടുമെന്ന് ബാംഗ്ലൂർ കേരള സമാജവും വ്യക്തമാക്കി. മഹാരാഷ്ട്രയിൽ ശിവസേന NCP സഖ്യം സർക്കാർ താഴ്ന്ന തസ്തികകളിൽ 2022 മറാഠികൾക്ക് 80% സംവരണം ഉറപ്പാക്കാനുള്ള നിയമം തൊഴിൽ വകുപ്പ് തയ്യാറാക്കിയെങ്കിലും അപ്രായോഗികമെന്ന് പറഞ്ഞ് നിയമവകുപ്പ് തള്ളിയതിനാൽ നിയമസഭയിൽ അവതരിപ്പിക്കാനായില്ല. എന്തു നേട്ടമാണ് ഇതുകൊണ്ടുണ്ടാവുമെന്ന് പ്രമുഖ വ്യവസായി TP മോഹൻദാസ് പൈ ചോദിച്ചു. കന്നഡിഗരുടെ ഉന്നമനമാണ് ലക്ഷ്യമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് കൂടുതൽ പണം വിനിയോഗിക്കുകയും കന്നഡിയരുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുകയുമാണ് വേണ്ടതെന്നും പറഞ്ഞു. ദൂരക്കാഴ്ചയില്ലാത്ത തീരുമാനമാണിതെന്ന് RK മിശ്ര വിമർശിച്ചു.